കളിയാക്കിയവർ കൈയടിക്കുന്നു. ഇതൊരു മധുര പ്രതികാരത്തിന്റെ കഥയാണ്. അതെ, വർഷങ്ങൾക്ക് മുൻപ് നേരം പുലരുമ്പോൾ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഒരു പാർക്കിന്റെ ഭിത്തിയിൽ നിരന്തരം ഷോട്ട് തീർക്കുന്ന പയ്യൻ. കാൽപാദത്തിൽ നിന്ന് രക്തം പൊടിയുന്നത് വരെ അവൻ പന്ത് തട്ടിക്കൊണ്ടിരുന്നു. വർഷങ്ങളുടെ ഇടവേളയിൽ ഫുട്ബോളിലെ ഏറ്റവും വലിയ വാഗ്ദാനവും പരാജയവുമായി അവൻ മാറി. പിന്നീടൊരു ഉദയം. അത് കാൽപന്തുകളിയുടെ ചരിത്രത്തിലേക്കായിരുന്നു, ആ സിംഹാസനത്തിലേക്കായിരുന്നു. ഫ്രഞ്ച് രാവിൽ ആ ഉദയം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇത് ഒസ്മാൻ ഡെംബേലയുടെ യാത്ര. ബാഴ്സലോണയുടെ മണ്ണിൽ അപമാനിക്കപ്പെട്ടവൻ പാരീസിൽ ഉയർന്നു പൊങ്ങിയിരിക്കുന്നു. എതിരഭിപ്രായങ്ങളോ വിവാദങ്ങളോ ഇല്ലാതെ ഫുട്ബോൾ ലോകം ഒന്നടങ്കം പറയുന്നു, ഈ സിംഹാസനം അയാൾ അർഹിച്ചതാണ്. ഈ വർഷത്തെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൺ ഡി ഓർ പുരസ്കാരം ഓസ്മാൻ ഡെംബേലെ ഏറ്റുവാങ്ങുമ്പോൾ വേദിയെ സാക്ഷിയാക്കി പൊഴിഞ്ഞ ആ കണ്ണുനീർ പറയുന്നുണ്ട് അയാൾ അനുഭവിച്ച കഥകൾ. ഈ നിമിഷത്തിലേക്കുള്ള ദൂരം ഒട്ടും എളുപ്പമായിരുന്നില്ലെന്ന്. പരിക്ക് വിട്ടുമാറാത്തവൻ, പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തവൻ, ഗോളിലേക്ക് ഉന്നം വെക്കാൻ അറിയാത്തവൻ, ഇങ്ങനെ പല ടാഗുകൾ അയാളെ തേടിയെത്തി. ഇതൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് ഒടുവിൽ അയാൾ ചെന്നു നിന്നത് ഈ ഭൂമിയിൽ ഒരു ഫുട്ബോൾ താരത്തിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഫിനിഷിംഗ് പോയിന്റിലും. ഒരു സാധാരണ കുടിയേറ്റ കുടുംബങ്ങളുടെ കൂടെ ഉണ്ടാകാറുള്ള എല്ലാ ഇല്ലായ്മകളും വല്ലായ്മകളും ഒരുപോലെ അനുഭവിച്ച ബാല്യം. 13-ാം വയസ്സിൽ റെനസ് അക്കാദമിയിലേക്കുള്ള പോക്ക് അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. റെനസിന്റെ 2ാം നിര ടീമിലേക്കും അവിടെ നിന്ന് സീനിയർ ടീമിലേക്കും വളർന്നു. പിന്നീട് മിന്നും യുവതാരം എന്ന ലേബലിൽ ഓടിക്കൊണ്ടിരുന്ന ഡെംബേലയുടെ കരിയർ മാറുന്നത് 2017 സമ്മർ സീസണിൽ. റെക്കോർഡ് തുകയ്ക്ക് സാക്ഷാൽ നെയ്മർ ജൂനിയർ ബാഴ്സലോണ വിട്ട് PSG പോയതിന് പിന്നാലെയുള്ള ദിവസങ്ങൾ. നെയ്മറെ വിറ്റു കിട്ടിയതിന്റെ കോടികൾ കയ്യിലുള്ള ബാഴ്സലോണ പകരക്കാരെ തേടി നടക്കുന്ന കാലം. ഒടുവിൽ ബാഴ്സ ക്യാമ്പെത്തിയ പേരുകളിൽ ഒന്നായിരുന്നു ഒസ്മാനെ ഡെംബല. ഒടുവിൽ ഫുട്ബോളിന്റെ സുൽത്താൻ നെയ്മർ ഒഴിച്ചിട്ട കസാരയിലേക്ക് എത്തിയപ്പോൾ ആ വൻതുകയിൽ നെറ്റി ചുളിച്ചവരായിരുന്നു ഏറെയും. അന്ന് ലോകത്തെ ഏറ്റവും മൂല്യമേറിയ 2ാമത്തെ താരമായിരുന്നു ഡെംബെല. നെയ്മറിന്റെ 11-ാം നമ്പർ ജേഴ്സിയുടെ പ്രതിഭ അതേ കുപ്പായത്തിൽ ഡെംബെലെ ആവർത്തിക്കുമെന്ന് കിനാവ് കണ്ടവരുമുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. പക്ഷേ സ്പെയിനിൽ ഫ്രഞ്ച് താരത്തെ കാത്തിരുന്നത് കളത്തിലെ മാന്ത്രികതകൾ അല്ലായിരുന്നു. പരുക്കുകൾ, നിരന്തരമായ പരുക്കുകൾ, സ്ഥിരതയില്ലായ്മ, അച്ചടക്കമില്ലാത്ത കളിജീവിതം, പരിശീലനത്തിന് നിരന്തരം വൈകിയെത്തുന്ന ശൈലി. ഇങ്ങനെ പോയി താരത്തിന്റെ വിശേഷണങ്ങൾ. സ്വയം ഇല്ലാതാകുകയാണോ ഡെംബാല എന്ന് പോലും തോന്നിപ്പിക്കുന്ന കാലം. അതിനിടയിൽ വർഷങ്ങൾ കടന്നുപോയി. വലിയ തുകയ്ക്ക് വാങ്ങിയ ഡെംബാലയെ എന്തു ചെയ്യുമെന്നതിൽ ബാഴ്സയ്ക്ക് പോലും വ്യക്തതയില്ലായിരുന്നു. അതിനിടെ ജന്മനാട്ടിലെ പാരീസിൽ പുതിയ സംഭവ വികാസങ്ങൾ അരങ്ങേറുകയായിരുന്നു. സ്പെയിൻ പരിശീലക സ്ഥാനം വിട്ടിറങ്ങേണ്ടി വന്ന ലൂയിസ് എൻറിക്കെ PSG പുതിയ പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയം. അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യത്തിന് 50 മില്യണിന് ഡെംബലയെ പാരീസ് വാങ്ങി. ഡെംബലയുടെ കാലുകളിൽ വിശ്വാസമുള്ള എൻറിക്കെ ഒടുവിൽ ലിയോണിനെതിരായ മത്സരത്തിൽ അയാളെ സെന്റർ സ്ട്രൈക്കറായി നിയോഗിക്കുകയാണ്. ഇവിടെയായിരുന്നു തുടക്കം. ഡെംബലയുടെ ബൂട്ടുകൾ ഗോൾ വലകളെ തേടിക്കൊണ്ടേയിരുന്നു. PSG കിരീടരാവുകളിൽ ആനന്ദിക്കുകയും ചെയ്തു. ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സീസണായി മാറി പിന്നീടത്. അതെ, ആ ബൂട്ടുകളിൽ പിറന്നത് കൊടുംകാറ്റായിരുന്നു. ഒരു ഫുട്ബോൾ സീസൺ ഒന്നടങ്കം മുൾമുനയിൽ നിന്നു. PSG എക്സ്പ്രസ് വേഗത്തിൽ കുതിച്ചു പായുമ്പോൾ ഡെംബലെ അതിന്റെ അമരക്കാരനായി. 35 ഗോളുകളും 16 അസിസ്റ്റുകളുമാണ് ആ കാലിൽ നിന്നും വിരിഞ്ഞിറങ്ങിയത്. മൊണോക്കോക്കെതിരെ ട്രോഫിയുടെ ചാമ്പ്യൻസിൽ, മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ചാമ്പ്യൻസ് ലീഗിൽ ആ ഗോളുകൾ പലതും പെയ്തിറങ്ങിയത് ചരിത്രത്തിലേക്കാണ്. കോടികൾ ചൊരിഞ്ഞിട്ടും സൂപ്പർ സ്റ്റാറുകളെ PSG കുപ്പായത്തിൽ വാരി നിർത്തിയിട്ടും കിട്ടാത്ത യൂറോപ്യൻ കിരീടം പാരീസിലെത്തിയതോടെ ഡെംബലെ വീരനായകനായി. ബ്രേക്കിംഗ് ന്യൂസുകളും പത്രത്തലക്കെട്ടുകളും ഇങ്ങനെ വാഴ്ത്തി: ബാഴ്സലോണയിൽ അപമാനിതനായവൻ പാരീസിൽ ഉയർന്നു പൊന്തിയിരിക്കുന്നു. ബാഴ്സലോണ ഫ്ലോപ്പ്, പാരീസിൽ ഉയർന്നു പൊങ്ങി. ഒടുവിൽ എതിരഭിപ്രായങ്ങളോ വിവാദങ്ങളോ ഇല്ലാതെ അർഹിച്ച കനക കിരീടം ആ കൈകളിലേക്ക് എത്തി. അതെ, ഇത് കാലം അയാൾക്ക് കരുതി വെച്ചതാണ്. കളിയാക്കിയവർ ഇപ്പോൾ ഒന്നടങ്കം പറയുന്നു, ഒസ്മാൻ ഡെംബെലെ ഇനിയും മുന്നോട്ട്.